തൃശൂർ വടക്കാഞ്ചേരിയിൽ കൂറുമാറാൻ 50 ലക്ഷം കോഴ വാഗ്ദാനമെന്ന് ലീഗ് സ്വതന്ത്രന്റെ ശബ്ദരേഖ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EU ജാഫർ വോട്ട് ചെയ്തതിന് പിന്നാലെ രാജിയും വെച്ചു. CPM-നെതിരായ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പാർട്ടി എല്ലാം നിഷേധിക്കുകയാണ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലീഗ് സ്വതന്ത്രനായി വിജയിച്ച അദ്ദേഹം ജാഫർ എന്ന് പറയുന്ന വ്യക്തി, ജാഫർ മാഷ് തളി ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്. ഈ ലീഗ് സ്വതന്ത്രൻ LDF-ന് വോട്ട് ചെയ്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തിരുന്നു. അതായത് 7 വീതം സീറ്റുകളായിരുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ LDF-നും UDF-നും ലഭിച്ചിരുന്നത്. അതിൽ ഒരു ലീഗ് സ്വതന്ത്രൻ്റെ കൂടി വോട്ട് ലഭിച്ചതോടുകൂടി 6 വോട്ട് UDF-ൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കും 8 വോട്ട് LDF-ൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കും ലഭിക്കുകയും അങ്ങനെ LDF-ൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ ഒരു ഡീലിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആരോപണം. കോൺഗ്രസ് പുറത്തുവിടുന്ന ശബ്ദരേഖ അനുസരിച്ച് ഈ ജാഫർ മാഷ് എന്ന് പറയുന്ന ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച വ്യക്തിക്ക് 50 ലക്ഷം രൂപ LDF ഓഫർ ചെയ്തു. അത് താൻ സ്വീകരിക്കാൻ പോവുകയാണ്. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനോട് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാനേ എൻ്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ ഈ കോൺഗ്രസിന്റെ മുസ്തഫ എന്ന് പറയുന്ന മണ്ഡലം പ്രസിഡന്റ് തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കുതിരക്കച്ചവടത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു വലിയ ഒരു ഡീൽ നടന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ശബ്ദരേഖയിലൂടെ വെളിവാകുന്നത് ആ കുതിരക്കച്ചവടമാണ് എന്നുള്ളതാണ് UDF-ന്റെ പൊതുവെയുള്ള ഒരു ആരോപണം. അധികാരത്തോടുള്ള ആർത്തി, ഈ ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കുകയാണ് CPM നേതാക്കന്മാർക്ക്. അതേസമയം CPM പാടെ ഇതിനെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. വാർത്തകൾ വഴിതിരിച്ചു വിടാനുള്ള ഒരു അഭ്യാസം മാത്രമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന UDF-ൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കള്ളപ്രചാരവേല. അത്തരത്തിൽ ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. എന്തായാലും ഈ സംഭവ വികാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതാവായ അനിൽ അക്കരെ ഇപ്പോൾ വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ ലീഗ് സ്വതന്ത്രനെതിരെ നേരത്തെ തന്നെ ലീഗ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജാഫർ മാഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതുവരേക്കും ജാഫർ മാഷിനെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒളിവിലാണ് എന്നുള്ളതാണ് മറ്റു പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.